ഇന്നൊരു വൈഫിൻ്റെയും ഹസ്ബൻഡിൻ്റെയും കഥ പറഞ്ഞു തരട്ടെ. ഒരു വൈഫും ഹസ്ബൻഡും കൂടി രാവിലെ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ഒരു ചായയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ വൈഫ് പറഞ്ഞു, എനിക്കറിയാം എൻ്റെ കുറേ കുറവുകൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന്, അതുപോലെ നിങ്ങളുടെ ചില കുറവുകൾ എനിക്കും ഇഷ്ടമല്ല, നമുക്കതൊന്ന് തുറന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഓഫീസിൽ ഇട്ട് വരുമ്പം എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ടെന്ന് എഴുതി വെച്ചുകൊണ്ട് വരണം, ഞാനത് തിരുത്താൻ ശ്രമിക്കാം. തിരിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കുറവുകളുണ്ടെന്ന് ഞാനും എഴുതി വയ്ക്കും, നിങ്ങളും തിരുത്തിക്കൊള്ളണം. രണ്ടുപേരും ഓക്കെ പറഞ്ഞു. ഹസ്ബൻഡ് ജോലിക്ക് പോയി. അപ്പോൾ ജോലി സ്ഥലത്ത് ഇരുന്ന് എഴുതണമെന്ന് വൈഫ് പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വൈഫ് വീട്ടിലെ പണികളൊക്കെ ഒതുക്കിയതിന് ശേഷം ഹസ്ബൻഡിനെ കുറിച്ച് തനിക്ക് തോന്നിയ പരാതികൾ, കുറവുകളായിട്ട് തനിക്ക് ഫീൽ ചെയ്തൊക്കെ വൈഫ് ഒന്നും വിട്ട് കളയാണ്ട് എഴുതി വെച്ചു. വൈകുന്നേരം ഇതുപോലെ ഹസ്ബൻഡ് ജോലിയെ കഴിഞ്ഞ് വന്നു. രണ്ടുപേരും കൂടി ഇതുപോലെ ഫ്രീ ടൈം കിട്ടിയപ്പോൾ സംസാരിക്കാനിരുന്നാൽ പറഞ്ഞു, രാവിലെ നമ്മൾ പറഞ്ഞ പോലെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആദ്യം നിങ്ങൾ തന്നെ വായിക്കുക, ഞാൻ കേൾക്കട്ടെ എനിക്ക് എന്തൊക്കെ കുറവുകളുണ്ടെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ അല്ലേ ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത്, നീ തന്നെ ആദ്യം വായിക്കുക, എനിക്ക് തിരുത്താൻ പറ്റുന്ന കുറവുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിരുത്താം. അങ്ങനെ വൈഫ് പേപ്പറൊക്കെ എടുത്തു. വളരെ ചെറിയ കാര്യങ്ങൾ വരെ ഭർത്താവിൻ്റെ കുറവുകളെന്ന് വൈഫിന് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഒരു തെറ്റ് പോലും വരുത്താണ്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ അതിനെക്കുറിച്ചുള്ള സംഭവങ്ങളും നടന്ന കാര്യങ്ങളും ഒക്കെ വെച്ച് വൈഫ് ഡീറ്റെയിൽഡായിട്ട് എഴുതി തന്നെ ഹസ്ബൻഡിനെ വായിച്ച് കേൾപ്പിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഓക്കെ, ഇതൊക്കെയാണ്, ഞാൻ തിരുത്താൻ ശ്രമിക്കാം. അപ്പോൾ വൈഫ് പറഞ്ഞു, എനിക്കാണെങ്കിൽ നിങ്ങൾ എന്നെക്കുറിച്ച് എഴുതിയ കുറവുകൾ കേൾക്കാൻ ഭയങ്കര കൊതിയാവണു, എനിക്കും തിരുത്തണ്ടായോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ കുറവുകളൊക്കെ എന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ നിനക്ക് തന്നെ തരാം, നീ തന്നെ വായിച്ചോ എന്ന് പറഞ്ഞ് 4 മടക്കിയ ഒരു പേപ്പർ ഹസ്ബൻഡ് വൈഫിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. ഹസ്ബൻഡ് ഇത് കൊടുത്ത് വൈഫ് ഭയങ്കര ആങ്സൈറ്റിയോട് തുറന്നപ്പോൾ അത് ഭയങ്കര ബ്ലാങ്ക് പേജ്, ഒന്നും എഴുതിയിട്ടില്ല. അതെന്താ, എനിക്ക് കുറവുകളൊന്നുമില്ലേ, ഇത്രയും കഴിവുകളുള്ളൊരു സ്ത്രീയാണോ, അല്ലെങ്കിൽ ഇത്രയും ഗുണങ്ങളുള്ളൊരു സ്ത്രീയാണോ ഞാൻ എന്ന് വൈഫ് ചോദിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് കുറവുകളില്ലാഞ്ഞിട്ടല്ല, നിൻ്റെ ഗുണങ്ങളെ പോലെ തന്നെ, അല്ലെങ്കിൽ നിൻ്റെ പോസിറ്റീവ്സിനെ പോലെ തന്നെ നിൻ്റെ നെഗറ്റീവ്സിനെയും ഞാൻ സ്നേഹിക്കുന്നു. നിൻ്റെ പോസിറ്റീവിനെ മാത്രം സ്നേഹിച്ച് നിൻ്റെ നെഗറ്റീവ്സിലെല്ലാം കുറ്റങ്ങളും കണ്ടെത്തി അതിന് പരാതിയും പറഞ്ഞിരിക്കാൻ എനിക്ക് നേരമില്ല. അതുകൊണ്ട് നിൻ്റെ എല്ലാ നെഗറ്റീവ്സിനെയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. ഈ ഒരു ചെറിയൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. കാരണം സ്നേഹിക്കാൻ പറ്റുക അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളത് രണ്ടും ഒരു കഴിവ് തന്നെയാണ്. അത് സ്നേഹിക്കാൻ പറ്റുക എന്നുള്ള സ്നേഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കഴിവില്ലായ്മ എന്ന് ഞാൻ പറയും. കാരണം നമ്മളൊക്കെ ജനിക്കുമ്പോൾ തൊട്ട് സ്നേഹം കൊതിക്കുന്നവരാണ്. നമുക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് സ്നേഹം വേണം, നമ്മളെല്ലാവരും സ്നേഹിക്കണം. പക്ഷേ അങ്ങോട്ട് തിരിച്ച് സ്നേഹം കൊടുക്കുന്നതിൽ നമ്മൾ പിശുക്ക് കാണിക്കാറുണ്ട്. അപ്പോൾ സ്നേഹിക്കപ്പെടാൻ സാധിക്കണമെങ്കിൽ സ്നേഹിക്കാനുള്ള കഴിവ് കൂടി വേണം. സ്നേഹിക്കാൻ ഉള്ള കഴിവില്ലായ്മയാണ് പലപ്പോഴും പല ദാമ്പത്യ ജീവിതങ്ങളെയും പ്രശ്നത്തിലേക്ക് അയക്കും. അവിടെ സ്നേഹം അങ്ങോട്ട് വാരിക്കോരി കൊടുക്കുന്നേ തിരിച്ചു കിട്ടും.